വേറൊരു നന്ദി വാക്ക് മാത്രം പറഞ്ഞിട്ട് ഞാൻ പോകുന്നത് സഖാവ് ഔഫിന്റെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടായിരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സഖാവ് അബ്ദുറഹ്മാൻ ഔഫിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്നു നിൽക്കുന്നത്. സഖാവ് അബ്ദുറഹ്മാൻ ഔഫിന്റെ രക്തക്കറ ഉണങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു വേദിയിൽ വന്നിട്ട് ലീഗിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ 4 വാക്കെങ്കിലും പറഞ്ഞിട്ട് പോയിട്ടില്ലെങ്കിൽ അതൊരിക്കലും എനിക്ക് ഉറങ്ങാൻ കഴിയാത്തൊരു സംഭവമായിരിക്കും. കാരണം എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ച എന്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ടായിരുന്ന കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിക്കകത്ത് 35-ാം വാർഡ് ഹരിത വാർഡായി പ്രഖ്യാപിച്ചപ്പോ ആ വാർഡില് ഹരിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുമ്പോ ഹരിത വാർഡാക്കാൻ വേണ്ടി 2 സൈഡിലും വാഴ വെക്കാൻ വേണ്ടി വാഴ വേണമെന്ന് ചോദിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തനത്തിൽ പങ്കാളിയായ സഖാവ് അബ്ദുറഹ്മാൻ ഔഫ് ഇന്ന് 6 അടി മണ്ണിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമുദായത്തിന്റെ പേരും പറഞ്ഞ് ആട്ടിൻതോഞ്ഞെളിഞ്ഞ ചെന്നായകളാണ് നമുക്കിടയിലുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് 35-ാം വാർഡിലെ വോട്ടർമാർ ഇത്തവണ ചോരക്കറ പുരണ്ട ഏണിയെ പടിക്ക് പുറത്തേക്കിട്ടത്. ആ ഒരു പ്രവൃത്തിയിൽ മനന്നൊന്ന് കായിളകിയാണ് ലീഗിന്റെ കാപാലികർ കൊലക്കത്തിയും കൈയിലേന്തി ഇരുട്ടിന്റെ മറവിൽ സഖാവ് അബ്ദുറഹ്മാൻ ഔഫിന്റെ നെഞ്ചിലേക്ക് തികച്ചും ആസൂത്രിതമായി ഒരു കൊല നടത്തിയത്. അപ്പോ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് ഞാൻ ലീഗിനെതിരെ അല്ലെങ്കിൽ ലീഗിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പറയാതെ പോകുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നാണ് എന്റെ അഭിപ്രായം. സഖാവ് അബ്ദുറഹ്മാൻ ഔഫിന്റെ വീടിന്റെ ചിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഇന്നലെ ആ വീട്ടിൽ പോകുമ്പോ ഔഫിന്റെ ഉമ്മ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ആരോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. ഇത്രയും ദിവസം സംസാരിക്കാതെ, ആൾക്കൂട്ടത്തിൽ സംസാരിക്കാത്ത ആ ഉമ്മ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അവരുടെ അടച്ചിട്ട പഴയ വീട്ടിൽ സഖാവ് ഔഫിന്റെ ഉമ്മ പോവാറില്ലാന്ന്. എന്താ കാരണം? അവിടെ സഖാവ് ഔഫിന് വേണ്ടി പണിത മണിയറയുണ്ട്. ആ അറയിലേക്ക് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല എന്നാണ് കരഞ്ഞുകൊണ്ട് ഔഫിന്റെ ഉമ്മ എന്നോട് പറഞ്ഞത്. ഔഫിന്റെ പ്രിയ പത്നിയുടെ വയസ്സ് എത്രയാണെന്നറിയോ? വെറും 20 വയസ്സ്. 20 വയസ്സിൽ ഒരു കല്യാണത്തെ കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണ് ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായിട്ടുള്ളത്. വേറൊരു സ്ത്രീയല്ല, ഔഫിന്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേർന്നവളാണ് ഷാഹിന എന്ന പെൺകുട്ടി. അങ്ങനെയുള്ള ഒരു സ്ത്രീ, വൃദ്ധയായ നിത്യരോഗിയായ മാതാവ്, ഔഫിനെ പോറ്റി വളർത്തിയ വൃദ്ധയായ ഉമ്മുമ്മ, 2 വീടുകളുടെ അത്താണിയായിരുന്നു സഖാവ് ഔഫ്. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ഇരുട്ടിന്റെ മറവിൽ കുത്തിവീഴ്ത്തിയത്. അപ്പോ ലീഗിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രചരിപ്പിക്കുന്ന കഥ ഇർഷാദ് എന്ന് പറയുന്നത് ഉറുമ്പിനെ പോലും നുള്ളി നോവിക്കാത്തവനാണെന്നാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അറിഞ്ഞ അന്ന് സ്ത്രീകളടങ്ങുന്ന സംഘം വിജയാഹ്ലാദ ഘോഷയാത്ര പോകുമ്പോ ഞങ്ങൾക്ക് നേരെ കല്ലും സോഡക്കുപ്പി എറിഞ്ഞാൽ 1-ാം പ്രതിയാണ് ഇർഷാദ്. പട്ടാപകൽ സ്ത്രീകൾക്ക് നേരെ കല്ലും സോഡാക്കുപ്പിയും എറിയുന്ന ആ സമാധാനത്തിന്റെ മാലാക ഇരുട്ടത്ത് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സമുദായത്തിന്റെ പേരും പറഞ്ഞ് തങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണ് സാധാരണക്കാരായ സ്ത്രീകൾക്കിടയിൽ അവർ പാർട്ടി വളർത്തുന്നത്. മതം പറഞ്ഞും വർഗീയ ധ്രുവീകരണം നടത്തിയാണ് എല്ലാ കാലത്തും ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി വോട്ട് പിടിച്ചിട്ടുള്ളത്. ഇത്തവണ ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ നടക്കുന്ന സമയത്തും എനിക്ക് അനുഭവപ്പെട്ടതോ അതന്നെ. പൌരത്വ ബില്ലിനെതിരെ ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്ത് സംഘപരിവാരത്തിന് കൊണ്ടുകൊടുത്തിട്ട് ഒറ്റുകാരുടെ രാഷ്ട്രീയമാണ് ലീഗ് ആ കാലത്ത് അവിടെ ചെയ്തത്. ഹിന്ദു വോട്ടർമാർക്കിടയിൽ എന്നെ ഹൈന്ദവ വിരോധിയാക്കിയും മുസ്ലിം വോട്ടർമാർക്കിടയിൽ നിരീശ്വരവാദിയാക്കിയും ചിത്രീകരിച്ചാണ് അവർ വോട്ട് പിടിച്ചത്. എന്നിട്ടും 35-ാം വാർഡിലെ എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർ അതൊന്നും ചെവിക്കൊള്ളാതെ എന്നെ തെരഞ്ഞെടുത്തത് ലീഗിന്റെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് കൊണ്ട് തന്നെയാണ്. സാധാരണക്കാരായ നിഷ്പക്ഷരായ വോട്ടർമാരാണ് എന്നെ അവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. സഖാവ് ഔഫിനെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും. പക്ഷെ ഔഫിന്റെ രക്തത്തുള്ളിയിൽ നിന്നും 1000 ഔഫുമാരവിടെ പിറവിയെടുത്തിട്ടുണ്ട്. കാരണം നാളെ ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചപ്പോ ഇത് പറയാൻ വീട് കയറി
വീട് കയറിയ സമയത്ത് ചെറിയ മക്കൾ പറഞ്ഞത് അതാണ്, സഖാവ് ഔഫിന്റെ രക്തം വീണ കൊടിയോ പച്ചക്കളറുള്ള പാർട്ടിയോ ഞങ്ങൾക്ക് വേണ്ടെന്ന് ചെറിയ മക്കളാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ കൂടുതൽ ഞാൻ പറയുന്നില്ല, വൈകിയൊരു വേളയിൽ കുറെ ആൾക്കാർ പ്രസംഗിക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.